ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം നിങ്ങളുടെ മധ്യ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിൽക്കുവാൻ അടിയൻ്റെ ജീവിതത്തിൽ ലഭിച്ച നല്ല സമയത്തെ ഓർത്ത് ഞാൻ നന്ദി കരയറ്റുന്നു. പ്രാരംഭത്തിലെ ഞാൻ 2 പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലോട്ട് വെച്ചോട്ടെ. എൻ്റെ പപ്പയുടെ ഫസ്റ്റ് കസിൻ, എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ മകൻ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ താൻ ഈ പ്രഭാതത്തിൽ വെളുപ്പിന് 3 മണിക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള യാത്രാ മധ്യേ രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ട്രെയിനിൽ പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. താൻ പ്രേമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാനിടയായിത്തീർന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റൊരു ദുഃഖകരമായ വാർത്ത, ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിൻ്റെ അടുത്ത് സ്റ്റെഫിയുടെ പപ്പയൊക്കെ ശുശ്രൂഷിച്ച ഞങ്ങളുടെ മാതൃസഭയിലുണ്ടായിരുന്നൊരു അങ്കിൾ പ്രഭാതത്തിൽ രാവിലെ 4 മണിക്ക് നടക്കാൻ പോയതാണ്. മടങ്ങി ഭവനത്തിൽ വന്നില്ല എന്നിങ്ങനെ കേട്ടു. പപ്പയും സഭയിൽ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആറ്റിൻ്റെ തീരത്ത് നിന്ന് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടിയും ചെരുപ്പും തൊപ്പിയും ഒക്കെ അവിടെ കണ്ടു. പക്ഷെ രാവിലെ ഞാനൊരു 9-9:45 സമയത്ത് വരെ പപ്പയെ വിളിച്ചപ്പോൾ വരെ ബോഡിയോ അല്ലെങ്കിൽ വ്യക്തിയോ ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥന ഓർക്കുമ്പോഴൊക്കെയും ഈ 2 കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ അടുത്ത നിമിഷം എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ട് ഫിലിപ്പങ്ങളുടെ വീട്ടിൽ ഞാൻ വചനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അടയ്ക്കുന്ന കണ്ണ് നമുക്ക് തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയാത്ത സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നത്. നിങ്ങൾ പലരും വായിച്ചു കാണും, ഏകദേശം 18-19 വയസ്സ് മാത്രമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി ഹൊസ്കോട്ടയിൽ ഒരു റോഡിലുള്ള ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചതേ ഉള്ളൂ. റോഡിൽ വീണു. തൊട്ടടുത്ത നിമിഷം ഒരു ടിപ്പർ വന്ന് കയറി ഇറങ്ങി ആ സ്പോട്ടിൽ മരിക്കുവാനിടയായി തീർന്നു. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ കൃപയോ ഒന്നുമല്ല. കർത്താവ് ഒരാൾ, കർത്താവ് നമ്മളെ പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ്, കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. കൊൽക്കത്തയിൽ ഒരു ലൈബ്രറി ഉണ്ട്, നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. എന്താ പ്രത്യേകം എന്നറിയാമോ? നമ്മൾ ആയിരിക്കുന്ന ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുള്ള ഒരു ശാലയാണ്, വായനാശാലയാണ്. 22 ലക്ഷം പുസ്തകങ്ങളുണ്ട് അവിടെ. പക്ഷെ ആ പുസ്തകങ്ങൾക്കൊന്നും ജീവനില്ല. ആ പുസ്തകങ്ങൾക്കൊന്നും മനുഷ്യരെ മാറ്റുവാൻ കഴിയത്തില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ദൈവവചനമുണ്ടല്ലോ, ജീവനുള്ള ദൈവവചനമാ. ഹൃദയങ്ങളെ കീറി മുറിക്കുവാൻ ശക്തിയുള്ള ദൈവവചനമാ. മുറിവുകളെ കെട്ടുവാൻ ശക്തിയുള്ള ദൈവവചനമാ. സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവവചനമാ. നമ്മുടെ ചിന്തയെ നമുക്ക് തിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യം. അതെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. യഹോവയ്ക്ക് എപ്പോഴെല്ലാം തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരണമോ അല്ലെങ്കിൽ ദേശത്ത് എപ്പോഴെല്ലാം ഉണർവ് ആവശ്യമായിട്ടുണ്ടായിരുന്നോ ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ദൈവവചനമാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എസ്രാ എന്ന വ്യക്തി ആ ന്യായപ്രമാണം എടുത്ത് വായിച്ചപ്പോൾ തന്നെ അവിടുള്ള ജനങ്ങൾ മണിക്കൂറുകൾ ഇതിന്റെ മുൻപിൽ നിൽക്കുവാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം വരുവാൻ തുടങ്ങി. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു. അവരുടെ ഉള്ളിൽ, അവരുടെ ദേശത്ത് ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാനിടയായി തീർന്നു.
2 രാജാക്കന്മാർ 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. ഈ ന്യായപ്രമാണം രണ്ടാമത് മടക്കി ലഭിച്ചപ്പോൾ, യോശുവയുടെ ഭരണത്തിന്റെ സമയത്ത് ഈ ന്യായപ്രമാണം അവിടെ വായിച്ചപ്പോൾ, രാജാവ് തന്നെ താൻ ധരിച്ചിരുന്ന വസ്ത്രം കീറി ഒരു മാനസാന്തരത്തോടെ എന്ത് ചെയ്യും? വചനത്തിന്റെ മുമ്പിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നപ്പോൾ രാജാവിന്റെ ജീവിതത്തിൽ മാത്രമല്ല ഒരു മാനസാന്തരം ഉണ്ടായത്, ദേശത്ത് തന്നെ ഒരു ഉണർവ് വെളിപ്പെട്ടു. നമ്മൾ വായിക്കുന്ന ഈ വചനം നമ്മളെ മാത്രമല്ല കീറിമുറിക്കുന്നത്, പ്രത്യുത നമ്മളായിരിക്കുന്ന സഭ, നമ്മളായിരിക്കുന്ന ദേശം, നമ്മളായിരിക്കുന്ന രാജ്യത്തിന് വരെ ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരും. 1500-ൽ മാർട്ടിൻ ലൂതർ എന്ന വ്യക്തി ഒരു ഒറ്റ വാക്യം, the just shall live by faith, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഒറ്റ വാക്യത്തിൽ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ ഒരു നവീകരണ പ്രസ്ഥാനം തന്നെ അവിടെ എന്ത് ചെയ്യുക? ഉടലെടുക്കുകയാണ്. വചനത്തിന്റെ ശക്തി അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും, കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തും, സഭകളെ രൂപാന്തരപ്പെടുത്തും, ദേശത്തെ രൂപാന്തരപ്പെടുത്തും. എന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത് 12 ആദ്യത്തെ ഭാഗം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ദൈവത്തിന്റെ വചനം എന്താ? ജീവനുള്ളതാ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം, ഈ തിരുവചനം വെറും പേപ്പറുകളിൽ ഒരു മഷിയായിട്ട് കിടക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇത് ദൈവത്തിന്റെ ശ്വാസമാണ്. It's the breath of God captured in words. ദൈവത്തിന്റെ ശ്വാസം വാക്കുകളിൽ, വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനം. ഇതിന്റെ ഗ്രീക്ക് നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സോൺ എന്നോ, ആ വാക്കിൽ നിന്ന് സൂ എന്നും സുവോളജിയും എന്നുള്ള വാക്കുകളൊക്കെ ഉടലെടുത്ത് വന്നിട്ടുള്ളത്. ഈ സോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ സൂവിൽ എന്താ ഉള്ളത്, സുവോളജിയിൽ എന്താ ഉള്ളത്? ജീവനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, ജീവനുള്ള ആളുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനവും ജീവനുള്ള വചനമാണ്. ഇതെന്തുകൊണ്ട് ജീവനുള്ള വചനം എന്ന് പറയാൻ അറിയാമോ? ഇത് രചിച്ചത് ഒരു ജീവനുള്ള ദൈവമാണ്. The author of this word of God is alive. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, The words that I speak to you are spirit and they are life. They are life. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നമ്മൾ വായിക്കുന്ന ഈ വചനം, ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ജീവനില്ലാതെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിന്റെ മധ്യേ ജീവനെ നൽകുന്നൊരു വചനമാണ്. അതിന്റെ മധ്യേ ജീവനെ കൊണ്ടുവരുന്നൊരു വചനമാണ്. എസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അസ്ഥികൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടന്ന താഴ്വരയിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ഒടുവിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ അസ്ഥികളുടെ അടുത്ത് യഹോവയുടെ വചനം പ്രസ്താവിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി അസ്ഥികളിലേക്ക്, ഞരമ്പുകളും മാംസങ്ങളും എന്ന അസ്ഥികളിലേക്ക് ജീവൻ വരിക. നമ്മുടെ ജീവിതത്തിൽ ഇനി ജീവിക്കയില്ല എന്നല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇനി മുൻപിൽ അതിനൊരു ഭാവി ഇല്ല എന്ന് കണ്ട് ഒരു ചത്ത അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ, ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ആ അവസ്ഥയിലേക്ക് ഈ ജീവനുള്ള വചനം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അതിലേക്ക് ജീവനെ വെക്കുവാനായിട്ട്, അതിലേക്ക് മാംസം വെക്കുവാനായിട്ട് നമ്മുടെ അവസ്ഥകളെ മാറ്റി, നമ്മുടെ ദേശത്തിന്റെ അവസ്ഥകളെ മാറ്റി, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റി. പല കുടുംബങ്ങളും ഈ ദിവസം നമ്മൾ ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ പല കുടുംബങ്ങളും ഓരോ ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുക. പുറത്ത് നമുക്കത് കാണുവാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ, നമ്മുടെ സ്നേഹിതർ, ഓഫീസിലൊക്കെ പോകുന്നവരുണ്ട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളായിട്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പല ജീവിതങ്ങളും ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഈ ജീവനുള്ള വചനം ഇറങ്ങി ചെല്ലുമ്പോൾ വലിയൊരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഏകദേശം 60 തവണ ഈ തിരുവചനത്തിൽ കൂടി പോയി, 60 തവണ ഞാൻ ഈ തിരുവചനം വായിച്ചു, പക്ഷെ എന്നിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ പറയുന്നത്, I have been through these words, I have been through this book throughout for 60 times but nothing has changed. ആ വ്യക്തിയുടെ അടുത്തൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു,
Let the book go through you for one time and you will see a changed life. ഈ വചനം എന്നും നിങ്ങളിൽ കൂടി ഒരിക്കലൊന്ന് പോയാൽ മതി. പലപ്പോഴും നമ്മൾ ഈ വചനം വായിക്കുന്നത് വചനത്തിൽ കൂടി ജസ്റ്റ് ഒന്ന് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് വചനം നമ്മുടെ ഉള്ളിൽ കൂടി ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരും. തിരുവചനം എന്താ? ജീവനുള്ളതാ. വചനം പറയുന്നുണ്ട് ദൈവവചനം എന്താകുന്നു? വിത്താകുന്നു. വിത്ത് കാഴ്ചയിൽ ചിലപ്പോൾ ജീവനില്ലാത്തതായിട്ട് തോന്നും, പക്ഷെ വിത്ത് വീഴേണ്ടുന്ന നിലത്ത് വീണ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അതിന് ജീവൻ പ്രാപിക്കും. ദൈവവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവവചനം അത് വിത്താകുന്നു. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു ഡ്രൈ റിച്വലായിട്ട് നമ്മൾ എന്നും കാണുന്നത് പോലെ ഒരു ചടങ്ങായിട്ട് ഈ വചനം വായിച്ചു വിടാതെ ഓരോ ദിവസവും നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഈ വേദപുസ്തകം നമ്മുടെ മുൻപിൽ നമ്മൾ തുറന്നു വെക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ലോർഡ് ലെറ്റ് മീ ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ദിസ് ലിവിംഗ് ഗോഡ്. കർത്താവേ, യഹോവേ, ജീവിക്കുന്ന ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ, ഒരു സംവാദം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു അവസരം തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം. നമ്മളിത് വായിക്കുമ്പോൾ ഞാൻ ഇന്ന് 2 അധ്യായം 3 അധ്യായം അല്ല 4 അധ്യായം വായിച്ച് തീർക്കാമെന്ന് ഒരു ഗോള് സെറ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറമായിട്ട് കർത്താവേ, ഞാൻ ഇന്ന് ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിലും നീ എന്നോട് ആ വാക്യത്തിൽ നിന്ന് സംസാരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം. പലപ്പോഴും പല മീറ്റിങ്ങുകളിലും നമ്മൾ ഇരിക്കുമ്പോഴും പല പ്രവാചകന്മാരും പല പാസ്റ്റേഴ്സും പ്രസംഗിക്കുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ ദൂത് അല്ലെങ്കിൽ പാസ്റ്റർ എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചതെന്ന്. ഞാൻ പറയട്ടെ, സംസാരിക്കുന്നത് പാസ്റ്റർ അല്ല, പാസ്റ്റർ സംസാരിക്കുന്ന ദൈവവചനങ്ങളാണ് നമ്മളെ കീറി കുറിക്കുന്നത്, നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 119:50 ഇങ്ങനെ പറയുന്നത്, യുവർ വേർഡ് ഹാസ് റിവൈവ്ഡ് മീ. നിന്റെ വചനം എന്നിൽ പുതുജീവനെ തന്നു എന്നാ പറയുന്നത്. ഇപ്പൊ കാലം സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങിയതും വരണ്ടതുമായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വചനത്തിലേക്കൊന്ന് മടങ്ങി വരണം. എനിക്കറിയാം നിങ്ങളെല്ലാം വചനം വായിക്കുന്നവരാണ്, പക്ഷെ അതിൽ നിന്നൊക്കെയും ഉപരിയായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനം എന്നിൽ ക്രിയ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ, ഒരു ആകാംക്ഷയോടെ വചനം വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ ആ വചനം ശക്തിയുള്ളതാണ്. മുൻപോട്ട് പോകുമ്പോൾ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, for the word of God is living and active. മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് എ പവർഫുൾ വേർഡ്. എന്താ? ശക്തിയുള്ള വേർഡാ. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എനർജസ് എന്നുള്ളതാ. ആ വാക്കിൽ നിന്ന് എനർജി വന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താ? ആക്റ്റീവ് ആണ്, ഡൈനാമിക് ആണ്. അത് ഒരു പാസീവായിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ സംഭവിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതല്ല പ്രത്യേകത, എന്നും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ ദൈവത്തിന്റെ വചനം 2000 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ കാലാകാലങ്ങൾക്ക് മുൻപ് എഴുതിയതായിരുന്നെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഇന്നും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്നും നമ്മളായിരിക്കുന്ന ഈ കോണ്ടെക്സ്റ്റിൽ ഇത് റെലവെന്റാ. പല പുസ്തകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാഷണൽ ലൈബ്രറി, പല പുസ്തകങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പല പുസ്തകങ്ങളും ആ കാലത്തിലെ എഴുത്തുകാർ ആ കാലത്തിലെ സാഹചര്യം വെച്ച് എഴുതി. അത് ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കെട്ടുകഥയായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തിരുവചനത്തിന് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? ഇനി കർത്താവിന്റെ വരവ് താമസിച്ച് ഇനി ഒരു 2000 വർഷം കഴിഞ്ഞാലും അന്ന് ഇത് വായിച്ചാലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം കൊണ്ടുവരാൻ, അവരെ ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, അവരുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രചിച്ച ദൈവം ജീവനുള്ള ദൈവമാണ്. പല പല ലേഖകരാൽ എഴുതപ്പെട്ടെങ്കിലും അവരിലെല്ലാം വ്യാപരിച്ച ശക്തി ഒരൊറ്റ ശക്തിയാണ്. അവരിലെല്ലാം നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു ഒറ്റ ശക്തിയാണ്. അതുകൊണ്ട് ഈ ശക്തി, ഈ വചനം ശക്തിയുള്ളതാണ്. ഇറ്റ് ഈസ് പവർഫുൾ. എന്താ ഇതിന്റെ ശക്തി? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ശക്തിയെ കാണാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്ക്. Our God, He spoke creation into existence. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം ആയിരിക്കുന്നത്.
പക്ഷെ ആ അവസ്ഥയിലും കർത്താവിനെ കൊണ്ടുവരികയാണെങ്കിൽ അവന്റെ വാക്കിന്റെ ശക്തി കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് വേണ്ടുന്നതിനെ എല്ലാം ഉളവാക്കുവാൻ അവൻ ശക്തനാണ്. പൗലോസ് റോമാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ. ഇത് ദൈവത്തിന്റെ ശക്തിയാ. ഇതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് ലജ്ജിക്കുന്നത്? നമുക്ക് ശക്തി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് എന്തോ ഒരു ഇൻഫീരിയർ ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത്, നമുക്ക് ലജ്ജ ഉണ്ടാകുന്നത്, നമ്മളെ കൊണ്ട് പലതും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള പല ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എപ്പോഴാണ്? നമുക്ക് ശക്തി ഇല്ലാത്തപ്പോഴാണ്. പക്ഷെ ഈ ദൈവവചനം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ശക്തി നൽകുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. നമുക്ക് ശക്തി നൽകുന്നത് നമ്മുടെ ദൈവമാ, നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. പൗലോസിന് ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, താൻ ചുമക്കുന്ന ഈ സുവിശേഷം ഒരിക്കലും തന്നെ കൈവിടത്തില്ല എന്ന്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഈ സുവിശേഷം ചുമക്കുവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരായി തോന്നും. കാരണം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും നമ്മളെ എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മളെ സൈഡ് ലൈൻ ചെയ്യും, നമ്മളെ തള്ളിക്കളയും, നമ്മളെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ ഒരു കാര്യം ഈ പ്രഭാതത്തിൽ പറയട്ടെ, നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മളെ സൈഡ് ലൈൻ ചെയ്താലും നമ്മൾ ഒറ്റയ്ക്കാ നിൽക്കുന്നതെങ്കിലും നമുക്ക് ആരുടെ സഹായം വേണ്ട. ആരുടെ സഹായം ഇല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തും, നമ്മൾ യഹോവയിലേക്ക് നോക്കും, അവന്റെ സഹായം നമ്മൾ ആരായും. അങ്ങനെ നമ്മൾ സഹായം അപേക്ഷിക്കുമ്പോൾ യഹോവ തന്റെ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കും. യെരമ്യാ പ്രവചനം 23:29 ഇങ്ങനെയാ പറയുന്നത്, ഈസ് നോട്ട് മൈ വേർഡ് ലൈക്ക് എ ഫയർ സേസ് ദ ലോർഡ്. എന്റെ വചനം തീ പോലെയാണെന്നാ പറയുന്നത്. നമ്മളെ രക്ഷിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. നമ്മളെ വിടുവിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. നമ്മളെ സൗഖ്യമാക്കുവാൻ ദൈവവചനത്തിന് കഴിയും. കോട്ടകളെ തകർക്കുവാൻ ഈ ദൈവവചനത്തിന് കഴിയും. ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായിരുന്നാൽ ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ മതി. 1904 വളരെ പ്രസിദ്ധമായ വെയിൽസിലെ ഉണർവ്, ദ റിവൈവൽ ഓഫ് വെൽഷ്. അവിടെ വലിയ പ്രവാചകന്മാരോ വലിയ പ്രാസംഗികരോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ലോകം അറിയപ്പെട്ടിരുന്ന വലിയ പ്രസംഗകരോ ക്രൂസൈഡോ ഒന്നുമല്ല അവിടെ സംഭവിച്ചത്. കുറച്ച് കൂട്ടം ജനം അവർ ഈ വചനത്തിന്റെ മുൻപാകെ മുട്ടുമടക്കി വചനം വായിച്ചപ്പോൾ ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചു. വചനം പ്രസ്താവിക്കുവാൻ വേണ്ടിയിട്ട് ലോക പ്രസിദ്ധമായ ഒരു ഉണർവ് തന്നെ അവിടെ ഉണ്ടായി. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം ആസ്ബറി സെമിനാരിയിൽ റിവൈവൽ ഉണ്ടായപ്പോൾ അവിടെയും ലോകപ്രസിദ്ധരായ പ്രാസംഗികരാരും അവിടെ ഇല്ലായിരുന്നു. ഒരു ബൈബിൾ കോളേജ്, ഒരു സെമിനാരി എന്നും നടക്കുന്നത് പോലെ അവിടെ രാവിലെ ചാപ്പൽ വർഷിപ്പ് നടന്നു. ചാപ്പല് കഴിഞ്ഞു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ വർഷിപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അവർ പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അവിടെ അനുഭവിച്ചറിഞ്ഞു. സ്റ്റുഡൻസ് ചാപ്പലിൽ വന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു റിവൈവൽ അവിടെ സംഭവിച്ചു. ഞാൻ പറയട്ടെ, ഇത് 100-200 വർഷങ്ങൾ മുമ്പ് നടന്നതല്ല, കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം ഒരു ഉണർവ് കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഈ ദൈവവചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ ദേശത്തും ഉണർവ് കൊണ്ടുവരുവാൻ നമ്മളെ തന്നെ ഈ വചനത്തിന് മുൻപാകെ സമർപ്പിച്ചു കൊടുത്താൽ യഹോവ തന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മളെ എടുത്ത്, ശക്തമായിട്ടുള്ള കരങ്ങളിൽ നമ്മളെ എടുത്ത് നമ്മളെ ഉപയോഗിക്കുവാൻ അവൻ ശക്തനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെ തന്നെ ഈ വചനത്തിന്റെ മുൻപിൽ വേണ്ടുന്ന പോലെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാപ്പാ ന്യൂഗിനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ദേവദാസൻ, ഒരു മിഷണറി അവിടെ പോയിട്ട് ഒരു ട്രൈബൽ വില്ലേജാ. ആ ട്രൈബൽ വില്ലേജിൽ പോയിട്ട് അവരുടെ ഭാഷയിൽ തർജ്ജിമ ചെയ്ത ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്തിട്ട് ഈ ഗിരിയോപദേശം, ഈ സെർമൺ ഓൺ ദ മൗണ്ട് അവിടെ പ്രസംഗിച്ചു. ഈ സെർമൺ ഓൺ ദ മൗണ്ട് പ്രസംഗിച്ചില്ല, ആക്ച്വലി സെർമൺ ഓൺ ദ മൗണ്ട് അവിടെ വായിക്കുക ചെയ്തത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലീഡർ, അവിടുത്തെ മൂപ്പൻ എഴുന്നേറ്റ് മുൻപോട്ട് വന്നിട്ട് പറഞ്ഞൊരു വാചകം ഇതാ, ദ മാൻ ഇൻ ദിസ് ബുക്ക് നോസ് എവറിഥിങ് അബൌട്ട് us.
ഈ വചനത്തിൽ, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യര് നമ്മളെ പറ്റി എല്ലാം അറിയാമെന്ന്. ഒരിക്കൽ പോലും ക്രിസ്തു ആരാണെന്നോ യേശു എന്താണെന്നോ കേട്ടിട്ടില്ലാത്ത ഒരു ആദിവാസി ട്രൈബിന്റെ അടുത്ത് ഒരു മിഷണറി ചെന്നിട്ട് ഈ സെർമൻ ഓൺ ദ മൗണ്ട് ഒരു ഒറ്റ തവണ വായിച്ചതേ ഉള്ളൂ. ഈ ദൈവവചനത്തിന്റെ ശക്തി അവിടെ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ ദൈവവചനത്തിന്റെ ശക്തി അവിടെ ഇറങ്ങിച്ചെന്നു. ആ മുഴുവൻ ട്രൈബൽ വില്ലേജിലുള്ള ആ ആദിവാസി സമൂഹത്തിലുള്ള എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ഇത് ആഴമായിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം കൊണ്ടുവന്ന് അവർ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പലരുടെ കയ്യിൽ നിന്നുള്ള ബുദ്ധിയുപദേശങ്ങൾ നേടിയിട്ട് പല ആർഗ്യുമെന്റ്സിലും പല സംവാദത്തിലും നമ്മൾ ചെന്ന് ചേരാറുണ്ട്. പക്ഷെ ഈ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ വേണമോ, അത് വേണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഈ തിരുവചനത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മുട്ടുമടക്കിയാൽ മതി. കഴിഞ്ഞ ആഴ്ച ഞാൻ ദാസരള്ളി ചർച്ചിലോട്ട് യാത്ര ചെയ്തപ്പോൾ പലതവണ ദാസരള്ളി ചർച്ചിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാ ഗൂഗിൾ മാപ്പ് ആശ്രയിച്ച് പോയി വഴി തെറ്റി അങ്ങ് നാഗസാന്ദ്ര ഐക്യയുടെ അടുത്ത് നിന്ന് ഇറങ്ങി യൂട്ടേൺ എടുത്തൊക്കെയാണ് തിരിച്ചു വന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തുമെന്ന് കർത്താവ് അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഡെസ്റ്റിനേഷൻ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോകും. പണ്ടൊക്കെ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെന്ന് വഴി അറിയത്തില്ലെങ്കിൽ അവിടെ നിർത്തി അവിടെ ഉള്ളവരുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു വചനമാണിത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ക്രോസ് റോഡിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ വചനത്തിൽ ഈ മുട്ടുമടക്കി കർത്താവിന്റെ സന്നിധിയിലോട്ടൊന്ന് ചോദിച്ചാൽ മതി: നാഥ, ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഏത് ഡിറക്ഷൻ എടുക്കണം? തിരുവചനം നമ്മളോട് സംസാരിക്കും. കാരണം നമ്മളെ നയിക്കുവാൻ ശക്തിയുള്ള തിരുവചനമാണ്. ജീവിതത്തിൽ സ്പിരിച്വൽ വാർഫെയർ, ടെംപ്റ്റേഷൻസ്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ആത്മിക ജീവിതത്തിൽ പ്രതിസന്ധികൾ നേടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: ഈ വചനം സംസാരിച്ചാൽ മതി. എങ്ങനെയാ? മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു താൻ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മരുഭൂമിയിൽ 40 ദിവസം ഉപവാസത്തോടായിരുന്നപ്പോൾ സാത്താൻ വന്ന് തന്നെ പരീക്ഷിച്ചപ്പോൾ സാത്താന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറുത്ത് സംസാരിക്കാനോ ഒന്നും നിന്നില്ല. യേശു പറഞ്ഞ പല കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ: ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, as it is written. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതൊക്കെയും, നമുക്ക് ശക്തി നൽകുവാൻ ആവശ്യമായിട്ടുള്ളതൊക്കെയും, നമുക്ക് ബലം നൽകുവാൻ ആവശ്യമായിട്ടുള്ളതൊക്കെയും ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, the word of God is not weak. It is not outdated. It is still the word of God has power of God. ഇത് ശക്തി ചോർന്നു പോയൊരു വചനമല്ല. ഇത് കാലഹരണപ്പെട്ടു പോയൊരു വചനമല്ല. ഈ വചനത്തിന് അന്നും ഇന്നും ഒരേ ശക്തിയാ ഉള്ളത്. അത് നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ. അത് നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയുള്ളൂ: ലെറ്റ്സ് പ്രീച്ച് ഇറ്റ്, ലിവ് ഇറ്റ്, ട്രസ്റ്റ് ഇറ്റ്. ഈ വചനം മറ്റുള്ളവരിലേക്ക് നമ്മളൊന്ന് പങ്കുവെക്കണം. ഇത് നമ്മളൊന്ന് വിശ്വസിക്കണം. ഈ വചനം അനുസരിച്ച് നമ്മളൊന്ന് ജീവിക്കണം. ഈ വചനം അനുസരിച്ച് ജീവിക്കാതെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഈ വചനത്തിൽ വിശ്വസിക്കാതെ ജീവിക്കാനൊട്ട് പറ്റത്തുമില്ല. ഇതെല്ലാം ഇന്റർ കണക്റ്റഡാ. രാവിലെ ഞാൻ കാറിൽ വന്നപ്പോൾ ഞാൻ കൃപയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ പല പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മളും പല പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഫസ്റ്റ് കോംപ്രമൈസ് ആകുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ്. നമ്മുടെ പ്രാർത്ഥന, ആരാധനയ്ക്ക് വരുന്ന കുറയും. അത് നമ്മുടെ കുറ്റമോ കുറവൊന്നുമില്ല. നമ്മുടെ മനുഷ്യ ചിന്താഗതി അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്. നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിഡ്രോവൽ ഉണ്ടാവും. നമ്മൾ പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ എന്റെ മമ്മി എൻ്റെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ആ സഹോദരനെ പറ്റി പറയുമ്പോൾ കുറച്ച് നാളായിട്ട് തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഇവർക്ക് തോന്നി. ഞാൻ മമ്മിയായിട്ട് സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ കൃപ എടുത്ത് പറഞ്ഞു: Aren't we accountable? നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ചില പ്രശ്നത്തിൽ കൂടിയാ കടന്നു പോകുന്നത് നമുക്ക് തോന്നിയ അവർ പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി വിടാനാണോ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്? അതോ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരു സമാധാനം പകരുവാൻ, വചനത്തിൽ കൂടി അവരെ ബലപ്പെടുത്തുവാനാണോ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? ഈ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വചനമാണ്.
പക്ഷെ ഈ ശക്തി മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ, ഈ ശക്തി അനുഭവിച്ചറിഞ്ഞ നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് നമ്മൾ അതിനെ ഒന്ന് പങ്കുവെക്കണം. ഒരൊറ്റ ചോദ്യം ഞാൻ പകൽക്കാലം നിങ്ങളോട് ചോദിച്ചോളട്ടെ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ദൈവത്തിന്റെ ശക്തി ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്ന് ഇവിടെ ഈ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. എന്റെ ജനനം തന്നെ ദൈവത്തിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഈ തിരുവചനം നയിച്ചത് കൊണ്ടാ, ഈ തിരുവചനം സംസാരിച്ചത് കൊണ്ടാ, ഈ ദൈവിക ശക്തി ജീവിതത്തിൽ ഓരോ ദിവസം രുചിച്ചറിഞ്ഞത് കൊണ്ടാ. ഈ ദൈവത്തിന്റെ ശക്തി നമ്മളെ പുലർത്തുന്നതാ, ഈ ദൈവത്തിന്റെ വചനം നമ്മളെ നയിക്കുന്നതാ, ഈ ദൈവത്തിന്റെ വചനം നമ്മളെ വിടുവിക്കുന്നതാ. ഇതിനു മുമ്പ് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഒരു കണ്ണാടി ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്നിലേക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണ്. ഞാൻ ഇപ്പോഴും പറയും, കർത്താവ് നമ്മളെ തൊട്ടാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. അത് പിന്നെ മടങ്ങി വരുന്നൊരു രോഗമല്ല. കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ അതൊരു കംപ്ലീറ്റ് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ പിതാവ് 1 മാസം ഞങ്ങളോടുകൂടി ഇവിടെ താമസിച്ചു. 45 ദിവസം മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, തുള്ളി തുള്ളിയായിട്ട് വലിയ ധാരധാരയായിട്ടായിരുന്നു ഒഴുകുന്നത്. 45 മിനിറ്റ് ഒക്കെയാ ബ്ലഡ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് വചനത്തിൽ വിശ്വസിച്ച് ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് തൊട്ടു. ഇന്നേക്ക് 5 ആഴ്ച തികയാണ്. ഒരു തുള്ളി രക്തം പോലും തന്റെ ശരീരത്തിൽ നിന്ന്, തന്റെ മൂക്കിൽ നിന്ന് വരുവാൻ ഇടയായി തീർന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, കർത്താവ് തൊട്ടാൽ അത് കംപ്ലീറ്റാ, അത് പെർഫെക്റ്റാ. ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കും, ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ് എടുക്കും, 100% സുഖം പ്രാപിച്ച് മടങ്ങി വരും. പക്ഷെ ആ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ വീണ്ടും ചോദിച്ചാൽ അവർക്ക് ഇത് എത്ര നാളുണ്ടെന്ന് അവർക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് വേണം മടങ്ങി വന്നേക്കാം. പക്ഷെ നമ്മുടെ കർത്താവ് തരുന്ന സൗഖ്യം അത് ലൈഫ് ലോങ് ഗ്യാരണ്ടി ഉള്ളതാ. അത് മടങ്ങി വരത്തില്ല. കാരണം തന്നതാരാ? കർത്താവാ, നമ്മളെ സൃഷ്ടിച്ചവനാ. മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. ഈ വാളെന്തിനു ഉപയോഗിക്കുന്നേ? കട്ട് ചെയ്യാൻ, മുറിക്കാൻ. ഈ വചനവും അങ്ങനെ. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന സമയത്തിൽ എന്നെ ശരിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. പലതും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോഴാണ്. ഈ സർജറി ചെയ്യുന്ന സർജൻസിനെ കണ്ടല്ല, അവരുടെ കയ്യിലിരിക്കുന്ന ഈ സ്കാൽപ്പൽ എന്ന് പറയുന്നതാണ് സർജിക്കൽ നൈഫ്, വളരെ ചെറുതാ. ഇതുകൊണ്ട് എന്തിനാ കട്ട് ചെയ്യുന്നേ? മനുഷ്യനെ കൊല്ലാനാണോ കട്ട് ചെയ്യുന്നേ? ഹെൽത്തി ടിഷ്യൂസ് എല്ലാം കട്ട് ചെയ്ത് അകത്ത് പോയിട്ട് എടുത്ത് കളയേണ്ടുന്ന ചിലതിനൊക്കെ എന്ത് ചെയ്യും? എടുത്തു കളയും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവവചനം ഇരുവായി തല ഉള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാ, പെനിട്രേറ്റിംഗ് വേർഡാ. കട്ട് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആത്മീയമായിട്ട് വളരെ വിശുദ്ധിയോടുകൂടിയൊക്കെയും ഇങ്ങനെ ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വെട്ട് കിട്ടും, ഒരു കട്ട് കിട്ടും. നമ്മളെന്ത് ചെയ്യുന്ന ഉടനെ നമ്മുടെ ചോദ്യം, കർത്താവേ എന്തിനാ എന്നോട്? വൈ മീ? എന്നെക്കാളും പാപിയായിട്ട് പലരും പുറത്തുണ്ടല്ലോ. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാ എന്റെ ജീവിതത്തിൽ? ഈ സർജൻ എന്തിനാ ഹെൽത്തി ടിഷ്യൂസ് കട്ട് ചെയ്യുന്നത്? അതിന്റെ അടിയിൽ എന്തുകൊണ്ട്? ചില ട്യൂമറുകളുണ്ട്. ഈ ട്യൂമറിന് എന്താ സംഭവിക്കുന്നത്? ചികിത്സിച്ചില്ലെങ്കിൽ ട്യൂമറിന് എന്ത് പറ്റും? ഗ്രോസ് പീക്ക്, അത് വളരും, അത് പടരും. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ ജീവിതം നമ്മളിങ്ങനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചില ട്യൂമർ നമ്മുടെ ഉള്ളിൽ ആരും കൊണ്ട് ഇട്ടിട്ട് പോകും. ഇത് അവിടെ കിടന്ന് വളരാൻ തുടങ്ങും. നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സംഭവം, വലിയ ഭാഗങ്ങളൊന്നുമല്ല കേട്ടോ. ഈഗോ, പ്രൈഡ്, ഞാനെന്ന ഭാവം, അഹങ്കാരം, സെൽഫ് റൈച്ചസ്നെസ്, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചില ചിന്തകൾ, ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? വളരും.
കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവ് ചെറിയൊരു സ്കാൽപ്പലും കൊണ്ട് വരും. എന്താ? ഈ ദൈവവചനം അങ്ങോട്ട് കീറി അകത്തോട്ട് ചെന്ന്, ഈ കീറൽ എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? മുട്ടുമടക്കി മടങ്ങി വരും. നമ്മുടെ ഈഗോയെ നമ്മൾ മാറ്റിവെക്കും, നമ്മുടെ പ്രൈഡിനെ നമ്മൾ മാറ്റിവെക്കും, നമ്മുടെ സെൽഫ് റൈച്ചസിനെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കും. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലോട്ട് വന്ന് പറയും, കർത്താവ് നീ വിടുവിച്ചിട്ടല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഒരു സർജറിയാ. അതാ ദൈവവചനം നമ്മളെ കീറി മുറിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:37 അപ്പോസ്തല പ്രവൃത്തി 2:37 ഇങ്ങനെ കാണാൻ കഴിയും. When they heard this, they were cut to the heart. അവരുടെ ഹൃദയം വരെ ഇങ്ങനെ കീറി മുറിച്ച്. അവർ ഈ വചനം കേട്ടപ്പോൾ അത് അവരുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചെന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന കുറവുകളെ പലപ്പോഴും കർത്താവ് കീറി മുറിച്ചെടുത്ത് മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ വീണ്ടും അധികമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ശോഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ വിശുദ്ധ ജീവിതം വീണ്ടും ശക്തമായിട്ട് മുൻപോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കീറിമുറിവിനെ അതൊരു പരീക്ഷയായിട്ട് അല്ലെങ്കിൽ നമ്മളെ തകർക്കാനായിട്ടെന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ ജീവിതത്തിലെ കയ്പുകളെയും പാപങ്ങളെയും ഈ വചനത്തിൽ കൂടി കർത്താവ് വെട്ടിമാറ്റുക, നമ്മളെ ഒരു മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരും. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വെട്ടുകൊണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കർത്താവിനോട് ചോദ്യം ചെയ്യുന്നതിനപ്പുറമായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കുന്നതിനപ്പുറമായിട്ട് കർത്താവെ നീ ക്രിയ ചെയ്യണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുടെ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ അവൻ ശക്തനാണ്. മറ്റുള്ളവരെ മെന്റർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ ഒന്ന് സഹായിക്കുമ്പോൾ മനുഷ്യരുടെ അഡ്വൈസ് അല്ലെങ്കിൽ ലോകത്തിലുള്ളവരുടെ അഡ്വൈസ് തേടുന്നതിനേക്കാളും ഉപരിയായിട്ട് bring the word of God into it. ഞാൻ MTH ചെയ്തത് പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ്. സൈക്കോളജിയിൽ ഈ മെന്റൽ ഇഷ്യൂസിനൊക്കെ പല പ്രോസസ്സുകളുണ്ട്, ക്യൂറിങ്ങിന് പല പ്രോസസ്സുകളുണ്ട്. പക്ഷെ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് വേണമെങ്കിൽ അതിനകത്ത് ഗോഡ്സ് വേർഡ് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ ദൈവത്തിന്റെ വചനം വന്നെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ഹീലിംഗ് നമുക്ക് ലഭിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. സങ്കീർത്തനക്കാരൻ 139:23-24 പറയുന്നുണ്ട്, Search me, O God, and know my heart. യഹോവയെ അന്വേഷിച്ച് എന്റെ ഹൃദയത്തെ നീ ഒന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. യഹോവ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വരും. ആ പുറത്തു വരുന്ന കുറവുകളുടെ മുൻപിൽ മാനസാന്തരത്തോടെ മുട്ടുമടക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ഇടയായിത്തീരും. മുൻപോട്ട് വായിക്കുമ്പോൾ, മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. It is a discerning word. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും നമ്മളെ കീറി മുറിച്ച് ഒരു ഫിസിക്കൽ മുറിവിനേക്കാളും, കാരണം ഫിസിക്കൽ മുറിവ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എവിടാ? ആ ഒരു ഓർഗൻ വരെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഏറ്റവും ആഴമേറിയ തലം എന്ന് പറയുന്നത് അവന്റെ ആത്മാവും അവന്റെ ചിന്തകളും അവന്റെ ഹൃദയങ്ങളും അവന്റെ മനോഭാവങ്ങളുമാണ്. ഇവിടെ ഒരു 19 പേരിരിപ്പുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ഒരു വ്യക്തിയുടെ ചിന്തനത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിലേക്കോ അവരുടെ ഹൃദയത്തിൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്നെ പറ്റി അവരെന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എന്ത് കഴിയത്തില്ല. പക്ഷെ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ആഴത്തിൽ വിവേചിക്കുവാൻ കഴിയും. വിവേചിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? വിവേചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, അവിടെ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതിനൊരു വാല്യൂ, അതിനൊരു മാർക്ക് അവിടെ ഇടുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിക്കുന്നുണ്ട്.
ഈ ദൈവവചനം എന്താ ചെയ്യുന്നത് അറിയാമോ? ഇത് വിവേചിച്ച് കഴിയുമ്പോൾ അത് തെറ്റാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പോസ് ഇറ്റ്. തെറ്റായ ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരും, അതിനെ ഒന്ന് വെളിപ്പെടുത്തും. അതിനെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ കർത്താവിന്റെ അടുത്ത് എതിർത്ത് നിൽക്കാതെ, ദൈവവചനത്തിനോട് എതിർത്ത് നിൽക്കാതെ അത് സ്വീകരിക്കുവാൻ, നമ്മുടെ കുറവുകളെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും കർത്താവിന്റെ കരുതലും സാമീപ്യവും ആഗ്രഹിക്കുന്നവരല്ലേ? കർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ എന്റെ അടുത്തേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? ആവശ്യമുള്ളപ്പോൾ, പ്രതിസന്ധി ഉള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ എന്റെ അടുത്തേക്ക് വരണമേ, ക്രിയ ചെയ്യണേ, രൂപാന്തരം കൊണ്ടുവരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഈ ആവശ്യങ്ങൾ നിറവേറി കഴിഞ്ഞ് നമ്മൾ കർത്താവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ കണക്കിടല്ലേ, നോക്കല്ലേ, ഇറ്റ്സ് ഓക്കെ, ഈ എന്റെ ഭാഗത്തോട്ട് നോക്കണ്ട. പലപ്പോഴും പല പാപങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നത് അങ്ങനെ. ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് സേസ് ലൈക്ക് ദിസ്: ഇഫ് ഇറ്റ് ഈസ് വൺസ് ഇറ്റ് ഡസന്റ് ഹേർട്ട്. ഒരു തവണ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഈ പല തവണ ഇങ്ങനെ ഒരു തവണ ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അതെന്താവും? പിന്നെ അതൊരു ശീലമായി മാറും. ഞാൻ ഫിലിപ്പങ്ങളുടെ വീട്ടിലെ വചന ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായി. കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്, കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മളെല്ലാം കർത്താവിനെ അറിഞ്ഞവരാ. പക്ഷെ ഒരു നാൾ നമ്മൾ ന്യായാസനത്തിന് മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരാം. വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് നമ്മൾ വീണ്ടും മനഃപൂർവ്വം തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു സെർമൺ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു? യാഗമായി. നമുക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടതകൾ സഹിച്ചു. ഭടന്മാർ തന്റെ നേർക്ക് തുപ്പി, ചാട്ടവാർ കൊണ്ട് അടിച്ചു. നമുക്ക് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ എന്ത് ചെയ്തു? ചിന്തി നമുക്ക് വേണ്ടിയിട്ട് യാഗമായി. എന്തിനാ? ഈ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ട്, to redeem us, to provide salvation for us. നമ്മൾ ഈ രക്ഷ അറിഞ്ഞിട്ട്, ദേവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാ: നമ്മൾ ഈ രക്ഷ അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മനഃപൂർവ്വം തെറ്റ് ചെയ്യുമ്പോൾ അന്ന് കാൽവരി ക്രൂശിൽ ഭടന്മാരടിച്ച അടിയുടെ കൂട്ടത്തിൽ ഒരടി കൂടി നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക. അന്ന് കാൽവരി ക്രൂശിൽ ഭടന്മാർ തുപ്പിയ കൂട്ടത്തിൽ ഒന്നുകൂടി നമ്മൾ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇപ്പോൾ കളഞ്ഞ നിങ്ങളോട് കേട്ടിട്ട്, അതിനാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? അതിനാണോ കർത്താവ് തന്റെ ജീവൻ നമുക്ക് വേണ്ടിയിട്ട് യാഗമാക്കിയത്? നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാണ്. പുറമെയുള്ള മനുഷ്യർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ പുറമെയുള്ള അപ്പിയറൻസ് കാണാൻ കഴിയും. പക്ഷെ യഹോവ നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. He compares the word of the Lord, word of the God to a mirror. ഒരു കണ്ണാടിയോട് സദൃശ്യമായിട്ടാണ് ഈ ദൈവവചനത്തെ കാണുന്നത്. അതെന്ത് ചെയ്യും? ഇതിന്റെ മുൻപിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ, ദൈവവചനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമുക്ക് കാണുവാൻ കഴിയും. ചില നാളുകൾക്ക് മുമ്പ് ജോലച്ചനോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ താമ്രത്തൊട്ടി ഈ ദർപ്പണങ്ങൾ കൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ അതിനൊരു മിററിന്റെ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ കുറവുകളെ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം നമ്മളൊന്ന് ശോധന ചെയ്യണം. കർത്താവെ, ഞാൻ നയിക്കുന്ന ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതമാണോ എന്ന്. അത് തിരുവചനത്തിന്റെ മുൻപിലേക്ക് നമ്മൾ വരുമ്പോൾ God sees everything and there is no escape. 13-ാമത്തെ വാക്യം: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ആദാമും ഹവ്വയും അവർ പാപം ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു? ഒളിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിക്കുവാൻ കഴിഞ്ഞില്ല. യോനാ പ്രവാചകന് ദൈവത്തിൽ നിന്ന് ദൂത് ലഭിച്ചിട്ട് അത് പറയുവാനുള്ള മടി കൊണ്ട് ഒളിക്കുവാനായിട്ട് ശ്രമിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കുവാൻ കഴിയും?
നമുക്ക് സഭയിൽ നിന്ന് ചിലപ്പോൾ പോകുവാൻ കഴിയും, കുടുംബത്തിൽ നിന്ന് ഓടുവാൻ കഴിയും, ആൾക്കാരിൽ നിന്ന് നമുക്ക് ഓടി മറയാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഓടി അകലുവാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും, നമ്മൾ എവിടെ ഒളിച്ചിരുന്നാലും, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിലോട്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, സഭയ്ക്കും ശുശ്രൂഷകനും കുടുംബത്തിനും കടന്നു വരുവാൻ സാധിക്കാത്ത സ്ഥാനത്തും നമ്മുടെ കർത്താവ് അവന്റെ ബലമുള്ള കരം നീട്ടും. There is no hiding, there is no escape. വചനത്തിൽ നിന്ന് എസ്കേപ്പ് ഇല്ല. There is no hiding. വചനം ഇങ്ങനെ പറയുന്ന all things are open. And translation KJV all things are open and laid bare. എല്ലാം ഓപ്പൺ ആൻഡ് നേക്കഡ് എന്നാ പറയുന്നത്. അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നാ പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്കൊരു മാസ്ക് വിടാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ട മാസ്ക് ഇട്ട് ഞാനൊരു വേറൊരു വ്യക്തിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കാം. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ when I have a deep conviction, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാനൊരു പാപിയാണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ടാവും. ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്കൊരു മാസ്ക് വിടാൻ പറ്റത്തില്ല. There is no hiding. വചനം ഇങ്ങനെ പറയാം, ഓപ്പൺ ആൻഡ് നേക്കഡ്. നമ്മൾ ഈ ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ ഓപ്പൺ ആൻഡ് നേക്കഡ് എന്ന് പറയുന്നത് രണ്ടർത്ഥം അവിടെ ഉള്ളത്. ഒന്ന്, അവിടെ ഓപ്പൺ ആൻഡ് നേക്കഡ് എന്ന് പറയുന്നത് ഒരു യാഗം കഴിക്കുന്ന കുഞ്ഞാടിന്റെ കഴുത്ത് ഓപ്പൺ ആയിട്ട് ഒരു കത്തിയുടെ മുൻപാകെ ഇരിക്കുന്നത് പോലെ. അല്ലെങ്കിൽ ഈ അന്നത്തെ കാലത്ത് ഈ റെസ്ലിംഗ് ഉണ്ടായിരുന്നു. ഈ റെസ്ലിംഗിൽ ഓപ്പൺ ആൻഡ് നേക്കഡ് എന്ന് പറയുന്നത് ഒപ്പോണന്റിന്റെ കഴുത്തിൽ പിടിച്ച് മലർത്തി അടിക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഓപ്പൺ ആൻഡ് നേക്കഡ് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്ക് പിന്നെ മറ്റൊരു രക്ഷയില്ല. നമ്മൾ അവിടെ സറണ്ടർ ചെയ്യുക. ഒരു യാഗമൃഗം പുരോഹിതന് മുൻപാകെ സറണ്ടർ ചെയ്ത് കിടക്കുന്നത് പോലെ, ഒരു എതിരാളി മറ്റൊരു എതിരാളിയുടെ മുൻപാകെ തന്റെ തോൽവി സമ്മതിച്ച് സറണ്ടർ ചെയ്ത് കിടക്കുന്നത് പോലെ, ഈ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കണം. We should lay ourselves open and naked before this word of God. അങ്ങനെ നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഒരു രൂപാന്തരം വരുത്തുകയുള്ളൂ, നമ്മളിൽ ആ ശക്തി വ്യാപരിക്കത്തുള്ളൂ. And God sees everything. There is no excuse. നമ്മളെല്ലാവരും ഒഴിവുകൾ പറയുന്നതാ എക്സ്ക്യൂസസ്. ഞാനും കുറെ എക്സ്ക്യൂസസ് പറഞ്ഞൊരു വ്യക്തിയാണ്. ഏകദേശം 1.5 വർഷക്കാലം എക്സ്ക്യൂസസ് പറഞ്ഞ് അവസാനം ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് കണ്ടപ്പോൾ, കർത്താവിന്റെ വാക്കിന് മുൻപാകെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ, തന്റെ മഹത്വമുള്ള വേല എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും കർത്താവിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? എക്സ്ക്യൂസാ കാണുന്നത്. പല തെറ്റുകളും ചെയ്തിട്ട് നമ്മൾ പറയുന്നത് I didn't knew. We didn't knew about it. പക്ഷെ നമ്മുടെ മുൻപിൽ ഈ തിരുവചനമുണ്ട്. The word was given. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ, ഡിഡ് വി ഒബേ ഇറ്റ്? നമ്മൾ അത് അനുസരിച്ചോ എന്ന് നമ്മൾ ചോദിക്കണം. നമ്മളത് അനുസരിച്ചോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രവൃത്തി എന്താണെന്ന് അറിയാം? ഈ തിരുവചനം എത്തിയിട്ടില്ലാത്തവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാ. മണിക്കൂറുകളൊന്നും പ്രസംഗിക്കേണ്ട. ഒരു മിനിറ്റ് കൊണ്ട് ഒരു വാക്യം, ഒരു വചനം അവരോട് പങ്കുവെച്ചാലും മതി. ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ദൈവവചനം, ഈ വിത്താകുന്ന ദൈവവചനം അവരുടെ ഹൃദയത്തിൽ കിടന്നിട്ട് അതിന്റെ തക്ക സമയത്ത് അത് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും, അത് മുളച്ചു വരും. പണ്ട് ഒരു ബ്രദർ ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ബ്രദർ ആൻഡ്രൂ, പുള്ളി അറിയപ്പെട്ടിരുന്നത് ബൈബിൾ സ്മഗ്ലർ, ഗോൾഡ് സ്മഗ്ലർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ ബൈബിൾ സ്മഗ്ലർ. കൺവെൻഷൻ പ്രാസംഗികനോ വലിയ പ്രവാചകനോ ഒന്നുമല്ല. പുള്ളി ആകെ ഒറ്റ കാര്യം തന്റെ ജീവിതത്തിൽ ചെയ്തുള്ളൂ. ഇൻ ദ ഏർലി 1900s കമ്മ്യൂണിസ്റ്റ് രാജ്യമായ യുഗോസ്ലാവിയ, ചെക്കോസ്ലേവിയ, ചൈന, ഇങ്ങനെയുള്ള രാജ്യത്തിലേക്ക് പുള്ളിക്ക് ചെറിയൊരു ഫിയറ്റിന്റെ കാറാന്ന് തോന്നുന്നു, ചെറിയൊരു കാറുണ്ടായിരുന്നു. ആ കാറിൽ നിറച്ച് ബൈബിള്, ഒരു കാറ് നിറച്ച് ബൈബിളുമായിട്ട് ബൈ റോഡ് ബോർഡർ ക്രോസ് ചെയ്ത് പോകും. ഈ ബോർഡർ ചെക്ക് പോസ്റ്റില് പട്ടാളക്കാര് പുള്ളിയെ തടഞ്ഞു നിർത്തി കാർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു.
കാർ ഓപ്പൺ ചെയ്തു, 100 കണക്കിന് ബൈബിൾ ഈ കാറിനകത്തുണ്ട്. പക്ഷെ ഈ ചെക്ക് ചെയ്ത പട്ടാള ഉദ്യോഗസ്ഥർ അവരുടെ കണ്ണിന്റെ കാഴ്ച ദൈവം മറച്ചു കളഞ്ഞു. അവർ ഈ ബൈബിൾ കണ്ടില്ല. നാളുകൾക്ക് ശേഷം അനേകായിരം ജനങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്ത്യാനിറ്റിയിലേക്കും വരുവാൻ ഇടയായി തീർന്നു. താൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആകെ ചെയ്തത് ബൈബിള് സ്മഗിൾ ചെയ്യും. അത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും കപ്പലിൽ ബൈബിള് കൊണ്ടുവന്ന് അത് വലിയ ബോക്സുകളിലാക്കി ഇറക്കി താൻ തന്റെ കാറിൽ ലോഡ് ചെയ്ത് ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് കൺട്രീസിൽ കൊണ്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പിൽക്കാലത്ത് പുള്ളി അറിയപ്പെട്ടിരുന്നത് ബൈബിൾ സ്മഗ്ലർ എന്നാണ്. പക്ഷെ നമുക്കിപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ ബൈബിൾ എന്ത് ചെയ്യാം, കൊണ്ടു നടക്കാം. വേണമെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം. അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇതിലെ ഒരു വചനമെങ്കിലും ഒരാൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അവരെ ബലപ്പെടുത്തുന്ന ഒരു വചനമെങ്കിലും അവരോട് പങ്കുവെക്കുവാൻ കഴിയണം. നമ്മളും ഞാൻ പറയട്ടെ, അന്ന് ആ ആൻഡ്രൂ ബ്രദറിനെ ബൈബിൾ സ്മഗ്ലർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ വേണേ വേർഡ് സ്മഗ്ലറിനോ അല്ലെങ്കിൽ ദൈവവചനം സ്മഗിൾ ചെയ്യുന്നവരും നമുക്ക് നമ്മളെ തന്നെ വിളിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം അതായിരിക്കണം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കണം. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ജഡ്ജ് ചെയ്യുവാൻ തക്കവണ്ണം ഓരോ ദിവസവും നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഈ തിരുവചനത്തിന്റെ മുൻപാകെ കടന്നു വരണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. തിരുവചനം ശക്തിയുള്ളതാ. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും, അത് നമ്മളെ വിടുവിക്കും. തിരുവചനം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാ. അത് നമ്മളെ ചിലപ്പോൾ മുറിക്കുമായിരിക്കാം, നമ്മളെ വെട്ടുമായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും അത് പുറത്തു കൊണ്ടുവരും. തിരുവചനം വിവേചിക്കുന്നതാ, നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതാ. എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ 2ാം വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ വേണ്ടിയിട്ട്. ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ശുദ്ധിയുള്ളവരായിട്ട് പ്രാഗൽഭ്യത്തോടു കൂടി നിൽക്കുവാൻ വേണ്ടിയിട്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ബട്ട് ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. ദൈവവചനം എന്ത് ചെയ്യുന്നവരാ? പ്രവർത്തിക്കുന്ന, വെറും കേൾവിക്കാരെ പോലെയല്ല, അത് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ വഞ്ചിക്കുക. We are deceiving ourselves. പ്രസംഗം കേൾക്കുന്നത് മാത്രമല്ല, ഈ കേട്ട വചനങ്ങൾ നിങ്ങളിൽ രൂപാന്തരം കൊണ്ടുവരട്ടെ. അത് നിങ്ങളെ മുറിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി ചെല്ലട്ടെ, നിങ്ങളെ വിവേചിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. നാളെ ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഈ വചനത്തിന്റെ മുൻപാകെ അടിയങ്ങളെ നിർത്തണമെന്നാണ്, അടിയങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തണമെന്നാണ്. അങ്ങേക്ക് ഹിതമുള്ളൊരു ജീവിതം ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുവാൻ അങ്ങോട്ട് യാക്കുമാറാകണമെന്നാണ്. അടിയങ്ങളുടെ ഇഷ്ടങ്ങളോ ചിന്തകളോ ഒന്നുമല്ലെന്നാണ്. ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നാഥ, ജീവിതത്തിന്റെ ഓരോ മുഖത്തും ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും അങ്ങയുടെ അടുത്തേക്ക് വന്ന് അടുത്തത് എന്താണ്, അടുത്ത ചുവട് എന്താണെന്ന് ചോദിക്കുവാൻ തക്കോണം അടിയങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമെന്നാണ്. ഈ സഭയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു നാഥ. അങ്ങയുടെ വലിയൊരു പ്രവൃത്തി നാഥ സഭയിൽ അനുഭവിച്ചറിയുവാൻ നാഥ, കണ്ടറിയുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ. ദേശത്തിന്റെ ഉണർവിന് കാരണമാകുവാൻ അടിയങ്ങളെ ഓരോരുത്തരുടെ കരങ്ങൾ അങ്ങ് എടുത്ത് ഉപയോഗിക്കുമാറാകണമേ നാഥ. സർവ്വങ്ങളുടെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം ചെയ്യുന്ന എല്ലാം വലിയ യാചിക്കുന്നതൊക്കെ പിതാവേ.